ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോഴും തെങ്കാശിയിലെ ആയുർവേദിക് സെൻറ്ററിലാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഒരു ചികിത്സാ രീതി നമ്മൾ ഞവരക്കിഴിയില്ലേ, അപ്പം അത് എങ്ങനെയാണ് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഞവരക്കിഴി ഒരു 7 ദിവസത്തേക്കാണ് അത് അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ അത് നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ് കേട്ടോ. അപ്പം അതെങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അതെങ്ങനെയാണ് അവർ ചെയ്ത് നോക്കാം കേട്ടോ. ഞവരക്കിഴി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് ഞവര അരിയാണ്, പിന്നെ പാൽ ഒഴിച്ചിട്ടാണ്. ഫസ്റ്റ് നമ്മൾ കഷായം ഉണ്ടാക്കും. കഷായം ഉണ്ടാക്കി ആ കഷായത്തിൽ ചൂടാക്കി അതിലേക്ക് ഞവര വേവിച്ചെടുക്കും. ഞവര വേവിച്ചെടുത്തതിന് ശേഷമാണ് അതിലേക്ക് പാൽ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കുറുക്ക് പോലെയാക്കും. അത് നന്നായി വെന്ത് വന്ന ശേഷമാണ് പാൽ ഒഴിക്കുന്നത് ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ടാണ് അത് കുറുകി വരുന്നത്. കുറുകി വന്ന ശേഷമായിരിക്കും അതിലേക്ക് വരുന്ന ഇൻഗ്രീഡിയൻസ്. ചിലപ്പോൾ 2 ഇൻഗ്രീഡിയൻസ് ആവും, ചിലപ്പോൾ 3 ഇൻഗ്രീഡിയൻസ് ആവും. അത് ഓരോ കണ്ടീഷൻ നോക്കിയിട്ടായിരിക്കും പറയുക. അത് ഡോക്ടർ പറയുന്ന രീതിയിലായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തിട്ടാണ് നമ്മൾ ലാസ്റ്റത് നന്നായിട്ട് കുറുക്കാക്കിയിട്ട് അത് നമ്മുടെ കോറത്തുണ്ട്, നമ്മുടെ ബാൻഡേജിങ് ക്ലോത്ത് പറയും, അതിലേക്ക് അത് ഇട്ടിട്ട് കയറ് കെട്ടി കിഴി കെട്ടിയിട്ട് വേറെ ഒരു ചരത്തിൽ ഇതേപോലെ കഷായം ഒഴിച്ചിട്ട് അതിലേക്ക് പാൽ ഒഴിച്ചിട്ടായിരിക്കും കിഴിമുക്കിൽ ചൂടോടെ തേക്കുന്നത്. ഞവര കിഴി എന്ന് പറയുന്നത് അതാണ് സംഭവം. ഈ പാല് ചൂടായി കഴിഞ്ഞാൽ എന്തായാലും ഞങ്ങൾ ചൂടായിട്ടുണ്ടാകും. ഇത് കുറച്ച് കട്ടി ആയിട്ട് നമുക്ക് ലൂസാവും. അതുകൊണ്ട് ഇതിൻ്റെ പേസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യും. പേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഇതിൻ്റെ പേസ്റ്റ് ആയിട്ട് തന്നെ ഇതേപോലെ ആവും. അങ്ങനെ അവർക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. പുഷ്ടി വരാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്. പിന്നെ വേറെ സ്കിൻ പ്രോബ്ലംസ്, സൗന്ദര്യം മെയിനായിട്ടുള്ള സ്കിൻ പ്രോബ്ലംസ് റിലേറ്റഡ് ബാക്കി സർക്കുലേഷൻ കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സാണ് വളരെ കൂടുതൽ. അപ്പോൾ നമുക്കത് ഞവരക്കിഴി അവരെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തെന്ന് നോക്കാമേ. അപ്പോൾ അതിനായിട്ട് അവർ ഞവര അരിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് അവരൊരു കഷായം ചേർത്താണ് അതത് വേവിച്ചെടുക്കുന്നത്. ആ കഷായത്തിൻ്റെ കൂട്ടുന്നവർ നമുക്ക് പറഞ്ഞു തരില്ല കേട്ടോ. അപ്പോൾ അവരത് കഷായം ഒഴിച്ചിട്ട് നന്നായിട്ട് അതൊന്ന് വേവിച്ചെടുക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇത് വെന്ത് വരണം. വെന്തതിന് ശേഷമാണ് ഇതൊക്കെ ഇനി ഇതിൽ ഒരുപാട് മരുന്നുകളൊക്കെ അവർ ചേർക്കുന്നുണ്ട്. അപ്പം നന്നായിട്ട് വെന്തതിന് ശേഷമൊക്കെയാണ് അവർ പിന്നീട് ഈ മരുന്നൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് എന്താണെന്നൊക്കെ അവർ നോക്കുന്നുണ്ട്. അവർ ഗ്യാസിലാണത് അവർ ചെയ്യുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ആ കഷായമാണ്, ഇപ്പോൾ ഈ കഷായത്തിലാണ് ആദ്യം അവർ ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ആ കഷായം ഇങ്ങനെ വെള്ളം വറ്റുന്നതനുസരിച്ച് അവർ കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് അത് വേവിച്ചെടുക്കും. അപ്പോൾ ഈ കഷായത്തെ കൂട്ടുന്നവർ നമുക്ക് പറഞ്ഞു തരില്ല, അതാരും പറഞ്ഞു കൊടുക്കില്ലല്ലോ അല്ലേ. അപ്പോൾ അതെ നന്നായിട്ടൊക്കെ ഒന്ന് വെന്ത് വരുന്നുണ്ട്. അപ്പോൾ ആ വെള്ളം വറ്റുന്നതിനനുസരിച്ച് അവർ വീണ്ടും അത് കുറേശ്ശെയായിട്ട് ആ കഷായം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് വേവിച്ചെടുക്കും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊക്കെ ഒന്ന് വെന്ത് വന്നെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പശുവിൻ്റെ പാലാണ് കേട്ടോ. പശുവിൻ പാലാണ് ചേർക്കുന്നത്. നല്ല നാടൻ പശുവിൻ പാലാണ്. കവർ പാലൊന്നും ഇവിടെ ഉപയോഗിക്കുന്നില്ല അവർ. അപ്പോൾ ഇത് അവർ മൊത്തമൊന്നും ഒഴിക്കില്ല. ഇത് ആവശ്യത്തിനനുസരിച്ച് ഇത് ഒരാൾക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരാൾക്കുള്ളതാണ് ഇത് അവരിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പാൽ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആ പാലിൽ കിടന്ന് ഇതൊന്ന് വീണ്ടും വേകണം. വെന്ത് നന്നായിട്ട് അത് മിക്സായിട്ട് വരണം കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇനി നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അവർ. അപ്പോൾ ഈ പാലിൽ കിടന്ന് തന്നെ അത് നന്നായിട്ട് വെന്ത് നല്ല കുഴമ്പ് രൂപത്തിലായിട്ട് വരണം. എന്നിട്ട് ഇനി ഇതിൽ അവർ കുറേ മരുന്നുകളൊക്കെ ചേർക്കും. അപ്പം മരുന്നുകളുടെ കൂട്ടം നമുക്കവർ പറഞ്ഞൊന്നും തരില്ല. അപ്പം ഇപ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഓരോരുത്തരുടെ ശരീരത്തിനനുസരിച്ചാണ് അവർ മരുന്ന് കൂട്ടുകൾ അതിൽ ചേർക്കുന്നത് കേട്ടോ. അപ്പം ഓരോരുത്തരുടെയും എങ്ങനെയാണ് അവരുടെ ബോഡിക്ക് അനുസരിച്ചുള്ള ചികിത്സ എങ്ങനെയാണ് അതിനനുസരിച്ചുള്ള പൊടികളാണ് അവരവിടെ മരുന്നുകളാണ് അതിലോട്ട് അവർ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അത് അവരൊന്നും എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുവിധം വെന്തിട്ടുണ്ട്. അപ്പോൾ പാലിൽ കൂടെ കിടന്ന് ഇത് നന്നായിട്ടത് മിക്സായിട്ട് കിട്ടണം കേട്ടോ. അപ്പോൾ ഇനി അത് വേകാനുണ്ട്. അപ്പോൾ ഇനി അത് പാലിൽ കിടന്നോണം ബാക്കിയുള്ളത് അത് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ അവരത് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല ഒരു ചികിത്സാ രീതിയാണിതെന്ന് അവർ പറഞ്ഞു. അപ്പോൾ അത് നന്നായിട്ടതൊക്കെ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ഇനി അവരൊരു മരുന്നിൻ്റെ ഒരു കൂട്ട് അതിലോട്ട് ചേർക്കുന്നുണ്ട്. ഒരു പൊടിയാണ്, ഒരു പൊടിച്ചാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതും അവരെന്താണെന്ന് നമുക്ക് പറഞ്ഞു തരില്ല കേട്ടോ.
അപ്പോൾ അത് അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും അത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും എല്ലാം കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്, ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് അവരെ. ഇത് കുറേ സമയത്തൊരു ഇതാണ്. ഇപ്പം നമ്മളിപ്പോൾ വീഡിയോയിൽ കണ്ടപ്പോഴത്തേക്കും കുറച്ച് സമയം, പക്ഷേ ഇത് ഈ അരിയൊക്കെ വെന്ത് കിട്ടണമല്ലോ, അപ്പോൾ അത്രയും നേരം ഇതുണ്ടാക്കിയെടുക്കാനായിട്ടുള്ള സമയമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ നമ്മുടെ ഈ ആയുർവേദത്തിൻ്റെ ചികിത്സാ രീതികളെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് എന്നിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കിയെടുത്ത് നന്നായിട്ട് ഒരു വിധമൊക്കെ അത് വെന്ത് ഒരുവിധം റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ അതവർക്കറിയാം എത്ര അങ്ങനെയാണത് ചേർക്കേണ്ടതെന്നൊക്കെ അവർക്കറിയാം. ഇനി അടുത്ത ഒരു മരുന്നിൻ്റെ കൂട്ടുകൂടെ അവർ പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരാൾക്കുള്ളതാണ് അതിലൂടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് അതൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആയുർവേദം എന്ന് പറയുമ്പോൾ തന്നെ നല്ലൊരു ചികിത്സാ രീതിയാണെന്ന് എൻ്റെ വിശ്വാസം കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് നല്ലൊരു ഫ്രഷ് കിട്ടും, നല്ലൊരു ശരീരത്തിനൊരു ഉന്മേഷമാണ്. അതുപോലെയല്ലേ. ഇനി കുറച്ച് പാലൂടെ അവർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പാലിലാണ് ഒരു ബാക്കിയുള്ളതെല്ലാം പിന്നെ അതങ്ങ് ചെയ്തെടുക്കുന്നത്. നല്ല പശുവും പാലാണ്. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇനി നന്നായിട്ട് തണുക്കണം കേട്ടോ. തണുത്തതിന് ശേഷം മാത്രം ഇത് കിഴി കിട്ടുന്നത്. അപ്പോൾ ആ കൂട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അവർ കിഴിയുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുക്കട്ടെ. തണുത്തതിന് ശേഷം അവരത് കിഴി കെട്ടും. അപ്പോൾ ഇത് ഒരുമിച്ചല്ല അവരത് കിഴി ആക്കി എടുക്കുന്നത്, 3 പാർട്ടായിട്ടാണ് അവർ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, അപ്പോൾ നന്നായിട്ട് വെന്തത് ഇതാണ് അവർ ഇതിലേക്കിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിന് ശേഷം അവർ ആ കിഴി കെട്ടുന്നത് അതിനൊരു കലയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ എനിക്കതൊക്കെ കാണാനായിട്ട് വലിയ രസമാണ്, ഭയങ്കര ഇതാണ് നമുക്കിതൊക്കെ കണ്ട് മനസ്സിലാക്കാനൊക്കെ. അപ്പോൾ അത് കിഴി കെട്ടുന്നുണ്ട്. അവിടുത്തെ സ്റ്റാഫാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കൊടുക്കും, അതുപോലെ അവിടുത്തെ സ്റ്റാഫ് അതുപോലെ ചെയ്തെടുക്കും. കിഴി കെട്ടുന്നതിന് ഒരു കലാവിരുതാണല്ലേ. നോക്കൂ, നന്നായിട്ടത് കിഴി കെട്ടി വേണം അത് എടുക്കാനായിട്ട്. കാരണം പിന്നെ അത് പണിയുണ്ടല്ലോ. പിന്നെ അത് രോഗിക്ക് അത് നന്നായിട്ടത് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടത് ദേഹത്തിൽ പിടിച്ച് തേക്കണം ഒക്കെ ഉണ്ട്. അത് നന്നായിട്ടത് തേച്ചത് മൊത്തം അത് പിടിപ്പിച്ചതിന് ശേഷമാണ് അത് ഇതാക്കുന്നത്. അപ്പോൾ അതെല്ലാം കിഴി കെട്ടി ആ സ്റ്റാഫ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് ഒരുപാട് സമയം വേണം. ഇതൊരു ചികിത്സ എന്ന് പറയുന്നത് തന്നെ ഒരുപാട് സമയം എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അല്ലാതെ പെട്ടെന്നത് അങ്ങോട്ട് വേവിച്ചെടുത്ത് അല്ലെങ്കിൽ അങ്ങനെയല്ല. ഇത് സത്യസന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. അതിൽ കൃത്രിമമൊന്നും കാണിക്കാതെ എന്നാലും നമുക്കത് ശരീരത്തെ ഫലിക്കുകയുള്ളൂ, അതിനുള്ളൊരു ഗുണവും കിട്ടുകയുള്ളൂ. അപ്പോൾ ഇവിടെ അത് നല്ല രീതിയിലാണ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതിനായിട്ട് നല്ല കുട്ടികളൊക്കെ അവിടെ നിൽപ്പുണ്ട്. അതൊക്കെ നന്നായിട്ട് അവർ ഡോക്ടർ പറയുന്ന അനുസരിച്ച് അവർ ചെയ്യുന്നുണ്ട്. അതൊരു ഭംഗിയില്ലേ കിഴി കെട്ടിയെടുക്കുന്നത്. അപ്പോൾ ഇത് 3 കിഴിയായിട്ടാണ് അവർ ഉണ്ടാക്കിയെടുക്കുക. ഒറ്റ കിഴിയിലല്ല, 3 കിഴിയായിട്ട് അവരെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരെണ്ണം അവർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കിഴി അവർ റെഡിയാക്കിയാണ്. അപ്പോൾ അത് അവർ നല്ല രീതിയിൽ അവർ കിഴിയൊക്കെ കെട്ടി, കാരണം അത് പുറത്ത് പോയത് അതിനനുസരിച്ചുകൊണ്ട് ഇത് റെഡിയാക്കി എടുക്കുക. ഈ തണുത്തതിന് ശേഷമാണ് അവർ കിഴി കെട്ടുന്നത് കേട്ടോ. ചൂടോടെ അല്ല, തണുത്തതിന് ശേഷം മാത്രമാണ് അവർ കിഴി കെട്ടി എടുക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ കിഴിയും അത് റെഡിയായി വരുന്നുണ്ടേ. അപ്പോൾ നല്ലൊരു ചികിത്സയായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഇത് പാരമ്പര്യ ചികിത്സ എന്ന് പറയുമ്പോൾ ഇത് ആയുർവേദത്തിൽ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ. അപ്പോൾ 3 കിഴി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയാണല്ലേ. ഇനി ഇതിനെയാണ് അവരെന്ത് ചെയ്യുന്നറിയാമോ, നമ്മൾ ഡബിൾ ബോയിൽ ഇല്ല നമ്മൾ വെള്ളം ഒക്കെ അതുപോലെ പാല് ഒരു നല്ല ചൂടുവെള്ളത്തിൻ്റെ മീതെ വേറൊരു പാത്രം വെച്ച് അതിൽ പാല് വെച്ചിട്ട് അത് നന്നായിട്ട് ചൂടാക്കി എടുക്കുക. എന്നിട്ട് അതിൽ കിഴി വെച്ചിട്ട് അത് നന്നായി ആ ചൂടോടുകൂടി തന്നെ രോഗിയുടെ ദേഹത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചാണ് അവരെടുക്കുന്നത്. അപ്പോൾ ഇതിലുള്ള ഇതെല്ലാം അംശമെല്ലാം നമ്മുടെ ദേഹത്ത് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഇഷ്ടമല്ല എല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും